നിങ്ങൾ ബ്ലാക്ക് ഫ്രൈഡേ എന്ന് കേട്ടിട്ടുണ്ടോ? കറുത്ത വെള്ളിയാഴ്ച. കറുത്ത വെള്ളിയാഴ്ച എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് എന്താണ് ഓടി വന്നത്? കത്തുന്ന സൗന്ദര്യം, വെളുത്ത സാരി, മുല്ലപ്പൂവിൻ്റെ മണം, മുറുക്കി ചുവപ്പിച്ച ചുണ്ടുകൾ, നിലം തൊടാതെയുള്ള കാലുകൾ, ഇതൊക്കെയാണ് ഓർമ്മ വന്നത്. ശരിക്കും ആ വെള്ളിയാഴ്ച അല്ല. ഇനി അറിയാതെ എങ്ങാനും ചുണ്ണാമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പം തന്നെ ബോധം കെടുത്തുന്ന വെള്ളിയാഴ്ച ഇല്ലേ, ആ വെള്ളിയാഴ്ച അല്ല എന്നാണ് ഞാൻ പറയാൻ വന്നത്. ഇത് വേറൊരു ബ്ലാക്ക് ഫ്രൈഡേ ആണ്. ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതിപ്പോൾ എല്ലാവരും കേൾക്കാൻ വഴിയുണ്ട്. കാര്യം ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ വന്നതിന് ശേഷം ഇന്ത്യ സെയിലോ, മഹാ സെയിലോ, ബ്ലാക്ക് ഫ്രൈഡേ സെയിലോ എന്ന് വേണ്ട, ഗ്രേറ്റ് ഇന്ത്യൻ സെയിൽ എന്നൊക്കെ പറഞ്ഞ് വിവിധ തരത്തിലുള്ള സെയിലുകൾ നമുക്ക് പരിചിതമായതുകൊണ്ട് ഈ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ എന്ന് പറയുന്നത് മിക്കവാറും ഒക്കെ ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഈ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ സംസ്കാരമാണ്. ഇത് ഈ അമേരിക്കക്കാരും അവിടെ തന്നെയുള്ള അതിന് അയൽവക്കത്തുള്ള കുറേ രാജ്യക്കാരുമൊക്കെ അവരുടെ കൊയ്ത്തുത്സവവുമായി ബന്ധപ്പെട്ട് അവരുടെ പുതുവത്സരം തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം ആഘോഷിക്കുന്ന ഒരു പരിപാടിയാണ് ഈ താങ്ക്സ് ഗിവിംഗ് ഡേ എന്ന് പറയുന്നത്. ഈ ഉത്സവത്തിൻ്റെ ഭാഗമായി എല്ലാവരും ഒത്തുകൂടുകയും കാർഷിക വിളകളൊക്കെ വിളവെടുത്ത് വിൽക്കുകയും ഒരുപാട് കാശൊക്കെ കയ്യിൽ വരികയൊക്കെ ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത ദിവസം വെള്ളിയാഴ്ചയാണ്. ആ വെള്ളിയാഴ്ച ദിവസത്തെ ഇവരെല്ലാവരും ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് മാറ്റിവെക്കും. ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇത് ഡിസംബർ മാസമായിരിക്കും. ഈ ഡിസംബർ മാസത്തിൽ ക്രിസ്മസിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾക്കായിട്ടുള്ള ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വെള്ളിയാഴ്ചയായിരിക്കും. അന്നത്തെ കാലത്ത് അമേരിക്കയിലെയും അതിന് ചുറ്റുവട്ടത്തുള്ള രാജ്യങ്ങളിലെയും ഒക്കെ കച്ചവടക്കാർ തങ്ങൾക്കുണ്ടാകുന്ന നഷ്ടങ്ങളുടെ കണക്കുകളെല്ലാം ചുവന്ന മഷി കൊണ്ട് എഴുതി വെക്കുകയും അവർക്കുണ്ടായ ലാഭത്തിൻ്റെ കണക്കുകളൊക്കെ കറുത്ത മഷി കൊണ്ട് എഴുതി വെക്കുകയും ചെയ്യും. താങ്ക്സ് ഗിവിംഗ് ഡേയുടെ തൊട്ടടുത്ത ദിവസം ധാരാളം ആൾക്കാർ ആ വെള്ളിയാഴ്ച തങ്ങളുടെ കടയിലേക്ക് പർച്ചേസിനായി വരുമെന്ന് ഉറപ്പുള്ള കച്ചവടക്കാർ അവർ പ്രതീക്ഷിക്കുന്ന ലാഭം അവരൊരു കറുത്ത മഷി കൊണ്ട് പ്രത്യേകിച്ച് എഴുതി വെച്ചിരിക്കും. അടുത്ത വർഷം മുഴുവൻ ഈ ലാഭത്തിൻ്റെ തുടർച്ചയായിരിക്കും എന്നൊരു ചിന്തയോടു കൂടിയാണ്, ഒരു ആചാരം പോലെ ഇവർ ഇത് കറുത്ത മഷിയിൽ എഴുതി വെക്കുന്നത്. അതുകൊണ്ടാണ് ഈ ദിവസത്തെ ബ്ലാക്ക് ഫ്രൈഡേ എന്ന് വിളിക്കുന്നത് എന്നാണ് കൂടുതൽ പ്രചാരമുള്ള ഒരു കഥ. ഈ നല്ല കഥയുടെ മറുപുറത്ത് ഒരു മോശപ്പെട്ട കഥയും കൂടെയുണ്ട്. മോശപ്പെട്ട കഥയെന്ന് പറഞ്ഞാൽ കുറച്ച് മനുഷ്യരുടെ കഷ്ടപ്പാടിൻ്റെ കഥയാണത്. അതിൻ്റെ പഴക്കം എന്ന് പറയുന്നത് 1950, 1960 കാലഘട്ടമാണ്. അന്ന് അമേരിക്കയിലെ ഫിലാഡൽഫിയ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ താങ്ക്സ് ഗിവിംഗ് ഡേ കഴിഞ്ഞിട്ടുള്ള ശനിയാഴ്ച ഒരു വലിയ ഫുട്ബോൾ മത്സരം നടത്താറുണ്ടായിരുന്നു. ഈ ഫുട്ബോൾ മത്സരം ശനിയാഴ്ച നടക്കുകയും വ്യാഴാഴ്ച ദിവസം താങ്ക്സ് ഗിവിംഗ് ഡേ നടക്കുകയും ചെയ്യുമ്പോൾ ഇതിനിടയിലുള്ള വെള്ളിയാഴ്ച എല്ലാ ആൾക്കാരും ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് കൂട്ടമായിട്ട് കടകളിലേക്ക് എത്താൻ തുടങ്ങും. അന്ന് ഫിലാഡൽഫിയയിലെയും അവിടെയുള്ള മറ്റ് സ്ഥലങ്ങളിലെയും ഒക്കെ റോഡുകളും കടകളും ഒക്കെ തിരക്കിലമർന്ന് ഒരു മനുഷ്യനും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരിക്കും. ആ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യേണ്ടി വരുന്നത് ആരായിരിക്കും? പോലീസുകാരായിരിക്കും. അന്ന് പോലീസുകാർക്ക് അവധിയെടുക്കാൻ അന്ന് അനുവാദം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, മണിക്കൂറുകളോ അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് അടുത്ത ദിവസം വരെയോ ഒക്കെ ഇവർ വിശ്രമമില്ലാതെ തൊഴിലെടുക്കേണ്ട അല്ലെങ്കിൽ ജോലി ചെയ്യേണ്ട അവസ്ഥയുണ്ടായിരുന്നു. ബാക്കിയുള്ള നാട്ടുകാർ മുഴുവൻ ലീവ് എടുത്ത് അവർ താങ്ക്സ് ഗിവിംഗ് ഡേ ഒക്കെ ആഘോഷിച്ചിട്ട് അടുത്ത ദിവസം ബ്ലാക്ക് ഫ്രൈഡേ ആ ദിവസം അവർ പർച്ചേസിന് വേണ്ടിയിട്ട് കടകളോട് തോറും ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരെ നിയന്ത്രിക്കുവാനും അവിടെയുള്ള ട്രാഫിക് ബ്ലോക്കുകളൊക്കെ മാറ്റാനുമായിട്ട് ആ ഫിലാഡൽഫിയയിലെയും പരിസര പ്രദേശങ്ങളിലെയും എല്ലാം പോലീസുകാർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഇങ്ങനെ ഈ പോലീസുകാരുടെ കഷ്ടപ്പാട് നിവർത്തികേട് കാരണം പോലീസിലുള്ളവർ തന്നെ ഈ വെള്ളിയാഴ്ച ദിവസത്തെ വിളിച്ചതാണ് ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറയുന്നത്. ശരിക്കും നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. ഉത്സവങ്ങൾ വന്നാൽ ഓണമായാലും വിഷു ആയാലും ക്രിസ്മസ് ആയാലും റമദാനായാലും ഏത് ദിവസമായാലും നമ്മുടെ നാട്ടിൽ ഷോപ്പിങ്ങുകളൊക്കെ നടത്തി നഗരങ്ങളൊക്കെ തിരക്കിൽ അമരുന്ന സമയത്ത് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഒരു വിഭാഗം പോലീസുകാരായിരിക്കും. കുടിവെള്ളം പോലും കുടിക്കാൻ സമയം കിട്ടാതെ, മൂത്രമൊഴിക്കാൻ പോലും സമയം കിട്ടാതെ വളരെ കഷ്ടപ്പെട്ട് കിടന്ന് പണിയെടുക്കുന്ന ഒരുപാട് പോലീസുകാരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ കൂട്ടത്തിൽ അത്തരത്തിലുള്ള അനുഭവങ്ങളുള്ള പോലീസുകാരും ഉണ്ടായിരിക്കും. അതേ അനുഭവം തന്നെയാണ് അന്ന് ആ പോലീസുകാരെ ഫിലാഡൽഫിയയിൽ അനുഭവിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ അവരുടെ സങ്കടം കൊണ്ട് പറഞ്ഞുപോയ വിളിച്ചുപോയ പേരാണ് ഈ ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറയുന്നത്.
സങ്കടമായാലും സന്തോഷമായാലും ഇന്ന് ലോകം മുഴുവൻ ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറയുന്നത് ഒരു മുട്ടൻ ആഘോഷമാണ്. ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ തന്നെ ആയിട്ടുണ്ട്.